ഹൈ സ്റ്റുഡൻസ്, എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് കൊറോണറി സർക്കുലേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിച്ചു വരുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൊറോണറി സർക്കുലേഷൻ. അപ്പോൾ ഈ ഒരു വേർഡ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ഇതെന്നുള്ളത്. അതായത് നമ്മുടെ ഹാർട്ട്, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലോട്ടും ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്നാൽ ഹാർട്ടിന് അതിൻ്റേതായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ബ്ലഡ് സപ്ലൈയും എവിടെ നിന്ന് ലഭിക്കും? അതിനും സർക്കുലേഷൻ വേണം, അല്ലേ? അപ്പോൾ അവിടെ ഹാർട്ടിന് ബ്ലഡ് എത്തിക്കുന്ന സർക്കുലേഷനെയാണ് സ്പെഷ്യലി കൊറോണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കൊറോണറി സർക്കുലേഷൻ. കുറച്ച് പോർഷൻസേ ഉള്ളൂ, വളരെ ചെറിയ പോർഷൻസ് ആണ്, പക്ഷെ 5 മാർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരാറുണ്ട്. ഫസ്റ്റ് സെമസ്റ്റർ BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ത്രൂ ഔട്ട് അങ്ങോട്ട് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, പീഡിയാട്രിക് നഴ്സിംഗ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും കൂടെയാണിത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു കാര്യം ഓർക്കുക, നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്കും നഴ്സസിനും യൂസ്ഫുൾ ആകുന്ന ഒരുപാട് ഫ്രീ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കാണുക. നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം, കൊറോണറി സർക്കുലേഷൻ. അപ്പോൾ എന്താണ് ഓൾറെഡി ഞാൻ പറഞ്ഞത്, ഹാർട്ടിൻ്റെ ബ്ലഡ് സപ്ലൈ ആണ് കൊറോണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊറോണറി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ എന്തുണ്ടാകും? അതിനകത്ത് ആർട്ടറിയും ഉണ്ടാകും, വീനസും ഉണ്ടാകും, അല്ലെങ്കിൽ വെയിൻസും ഉണ്ടാകും, അല്ലേ? ബ്ലഡ് ഒരു പാർട്ടിലോട്ട് കൊണ്ട് എത്തിക്കാൻ വേണ്ടി ആർട്ടറി വേണം, അവിടെ നിന്ന് ആ ബ്ലഡ് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെയിനും വേണം, അല്ലെ? അപ്പം ബ്ലഡ് സപ്ലൈ ടു ദ ഹാർട്ട് അല്ലെങ്കിൽ കൊറോണറി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദ ആർട്ടറീസ് സപ്ലൈയിങ് ബ്ലഡ് ടു ദ ഹാർട്ട് ആൻഡ് വാട്ട് ആർ ദ വെയിൻസ് ടേക്കിംഗ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട്. ഇത് രണ്ടും ചേരുമ്പോഴാണ് കൊറോണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മൾ ഹാർട്ടിന്റെ ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്താണെന്ന് കൂടെ ഇവിടെ പറയുന്നുണ്ട്, നോക്കാം. ഫസ്റ്റ് ആർട്ടീരിയൽ സപ്ലൈ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണാം, ആർട്ടീരിയൽ സപ്ലൈ ഓഫ് ഹാർട്ട് അല്ലെങ്കിൽ കൊറോണറി ആർട്ടറീസ്. ഹാർട്ടിന് ബ്ലഡ് സപ്ലൈ എത്തിക്കുന്ന ആർട്ടറീസിനെ എന്ത് പറയുന്നു? കൊറോണറി ആർട്ടറീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിന് ബ്ലഡ് സപ്ലൈ എത്തിക്കുന്നത് ഗ്യാസ്ട്രിക് ആർട്ടറി എന്ന് പറയും പോലെ, സ്പ്ലീനിന് എത്തിക്കുന്നത് സ്പ്ലീനിക് ആർട്ടറി എന്ന് പറയുന്നത് പോലെ, എന്താണ് കിഡ്നിക്ക് എത്തിക്കുന്നത് റീനൽ ആർട്ടറി എന്ന് പറയും പോലെ, ഹാർട്ടിന് ബ്ലഡ് എത്തിക്കുന്നത് ഏത് ആർട്ടറിയാണ്? കൊറോണറി ആർട്ടറീസ് ആണ്. അപ്പോൾ ഈ കൊറോണറി ആർട്ടറീസ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇവിടെ നമ്മുടെ ഹാർട്ടിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന അയോട്ട, ഹാർട്ടിന്റെ മുകൾ ഭാഗത്ത്, ഇവിടെ ഈ ഒരു ബേസ് ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ അതിന് എന്തായി മാറുന്നു? ഇതിവിടെ ആർച്ച് ഓഫ് അയോട്ടയായിട്ട് മാറുന്നു. ഈ ആർച്ച് ഓഫ് അയോട്ടയുടെ റൂട്ട് ഭാഗത്തായിട്ടാണ് 2 മെയിൻ ആർട്ടറീസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കൊറോണറി ആർട്ടറീസ്. റൈറ്റ് സൈഡിലുള്ളത് റൈറ്റ് കൊറോണറി ആർട്ടറിയും ലെഫ്റ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസും. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ഒരു ആർട്ടറി ഉണ്ട്, ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന ഒരു ആർട്ടറി ഉണ്ട്. അവ ഒരു ആർട്ടറി ആയിട്ടല്ല അവിടെ കാണപ്പെടുന്നത്. എന്ത് ചെയ്യുന്നു? പിന്നീട് അത് വീണ്ടും ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഹാർട്ടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ബ്ലഡ് കൊണ്ടെത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റിലോട്ട് പോകാം. ദ ഹാർട്ട് റിസീവ് ഇറ്റ്സ് ഓൺ സപ്ലൈ ഓഫ് ബ്ലഡ് ഫ്രം ദ കൊറോണറി ആർട്ടറീസ്. ഹാർട്ട് എവിടെ നിന്നാണ് ബ്ലഡ് കിട്ടുന്നത്? ഹാർട്ടിന് സ്വന്തമായിട്ട് ബ്ലഡ് എത്തിക്കുന്ന കൊറോണറി ആർട്ടറീസ് ഉണ്ട്. അതിൽ എത്ര മേജർ ബ്രാഞ്ചസ് ഉണ്ട്? 2 മേജർ കൊറോണറി ആർട്ടറീസ് ബ്രാഞ്ച് ഓഫ് ഫ്രം ദ അയോട്ട നിയർ ദ പോയിന്റ് വേർ ദ അയോട്ട ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ മീറ്റ്. ലെഫ്റ്റ് വെൻട്രിക്കിളും അയോട്ടയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിന് അടുത്തായിട്ടാണ് 2 ഈ മേജർ കൊറോണറി ആർട്ടറീസും ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദീസ് ആർട്ടറീസ് ആൻഡ് ദെയർ ബ്രാഞ്ചസ് സപ്ലൈ ഓൾ പാർട്സ് ഓഫ് ദ ഹാർട്ട് മസിൽസ് വിത്ത് ബ്ലഡ്. ഈ 2 ആർട്ടറി മാത്രമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹാർട്ടിൻ്റെ എല്ലാ ഭാഗത്തും ആവശ്യത്തിനുള്ള ഹാർട്ട് മസിൽസിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് എത്തിക്കുന്നു. അപ്പോൾ ഈ ബ്ലഡ് എത്തിയാൽ മാത്രമേ നമുക്ക് അതിലൂടെ ഓക്സിജൻ കിട്ടത്തുള്ളൂ, ന്യൂട്രിയൻസ് കിട്ടത്തുള്ളൂ, അതിലൂടെ നമുക്ക് എനർജി കിട്ടത്തുള്ളൂ. എന്നാൽ മാത്രമേ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ ഒരു സ്ലൈഡിൽ എന്താ പറഞ്ഞത്? ഇറ്റ് ഹാസ് their own supply of blood from the coronary arteries, and there are 2 major coronary arteries. What are they? Right coronary artery, left coronary artery. It originates from the root of aorta.
നമ്മുടെ വെൻട്രിക്കിളും അയോർട്ടയും മീറ്റ് ചെയ്യുന്ന ആ ഒരു റൂട്ട് ഭാഗത്തു നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇത് 2 ആർട്ടറിയും കൂടെ ചേർന്ന് ഹാർട്ടിന്റെ എല്ലാ മസിൽസിലോട്ടും, ഓൾ പാർട്സ് ഓഫ് ദ ഹാർട്ട് മസിൽസ് എന്ത് ചെയ്യുന്നു, ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നു. നെക്സ്റ്റ്, അപ്പൊ നമുക്ക് ഇതിന്റെ റൈറ്റ് കൊറോണറി ആർട്ടറി എന്താണെന്ന് നോക്കാം. അത് എങ്ങോട്ട് പോകുന്നു, എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, എവിടെയൊക്കെയാണ് ബ്ലഡ് കൊടുക്കുന്നത്, ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. റൈറ്റ് കൊറോണറി ആർട്ടറി, ഇറ്റ് ഈസ് സ്മോളർ ദാൻ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. ഇവിടെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഇവിടെ റൈറ്റ് കൊറോണറി ആണോ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ആണോ വലുതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഈസ് ലാർജർ ദാൻ റൈറ്റ് കൊറോണറി ആർട്ടറി. റൈറ്റ് കൊറോണറി ആർട്ടറി ഈസ് സ്മോളർ ദാൻ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. നെക്സ്റ്റ്, it arises from anterior coronary sinus. It's very important MCQ can be asked. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഇത് എവിടെ നിന്നാണ് റൈറ്റ് കൊറോണറി ആർട്ടറി ഒറിജിൻ ചെയ്യുന്നത്? കറക്റ്റ് പോയിന്റ് പറഞ്ഞാൽ ആ ഒരു ലൊക്കേഷൻ എന്ത് പറയുന്നു? ആന്റീരിയർ കൊറോണറി സൈനസ് എന്നാണ് പറയുന്നത്. ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ്, ഇറ്റ് എമർജസ് ഫ്രം ദ സർഫസ് ഓഫ് ദ ഹാർട്ട് ബിറ്റ്വീൻ പൾമണറി ട്രങ്ക് ആൻഡ് റൈറ്റ് ഓറിക്കിൾ. റൈറ്റ് കൊറോണറി ആർട്ടറി എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു? പൾമണറി ട്രങ്ക്, അതായത് പൾമണറി ആർട്ടറി പോകുന്ന പൾമണറി ട്രങ്കിനും റൈറ്റ് ഏട്രിയം, അതാണ് റൈറ്റ് ഓറിക്കിൾ എന്ന് പറയുന്നത്. ഇതിന് രണ്ടിനും ഇടയിലായിട്ടുള്ള ഭാഗത്തു നിന്നാണ് റൈറ്റ് കൊറോണറി ആർട്ടറി ഒറിജിൻ ചെയ്യുന്നത്. അതെന്ത് ചെയ്യുന്നു? പിന്നീട് നമ്മുടെ ഹാർട്ടിൻ്റെ പുറത്തുകൂടെ വന്ന് അവസാനം ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുമായിട്ട് തന്നെ, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ആർട്ടറീസ് ആയിട്ട് മാറുന്നു. അതിൽ തന്നെ ഈ റൈറ്റ് കൊറോണറി ആർട്ടറിയുടെയും എൻഡുകൾ ഒത്തുചേരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൽ ആദ്യത്തെ കാര്യങ്ങൾ പറയാനുള്ളത്. ദറ്റ് ഈസ് റൈറ്റ് കൊറോണറി ആർട്ടറി. റൈറ്റ് കൊറോണറി ആർട്ടറി, ഇറ്റ് is smaller than left coronary artery. It arises from anterior coronary sinus. It will be spreading throughout the right side of the heart. And last എന്ത് ചെയ്യുന്നു? ലാർജ് സ്മോളസ്റ്റ് ആയിട്ടുള്ള കാപ്പിലറീസ് പോലെ ഫോം ചെയ്തിട്ട് അത് ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ ചെറിയ ചെറിയ ജോയിന്റുകളായിട്ട്, ചെറിയ ചെറിയ കാപ്പിലറീസുമായിട്ട് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞ ഈ റൈറ്റ് കൊറോണറി ആർട്ടറി കാണാൻ പറ്റും. റൈറ്റ് കൊറോണറി ആർട്ടറി മാത്രമല്ല, റൈറ്റ് കൊറോണറി ആർട്ടറിയും ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയും പിന്നെ നമ്മുടെ കാർഡിയാക് വെയിനുകളും കാണാൻ പറ്റും. നമ്മുടെ ഹാർട്ടിൻ്റെ വീനസ് സപ്ലൈയും കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ബാക്കി എല്ലാം മറക്കുക. ആദ്യം നമ്മളിവിടെ റൈറ്റ് കൊറോണറി മാത്രം നോക്കുന്നു. റൈറ്റ് കൊറോണറി ആർട്ടറി ഇവിടെ നിന്ന് ഒറിജിൻ ചെയ്യുന്നു. ഇവിടെ നിന്ന് ഒറിജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രെയിറ്റ് ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് വരികയാണ്. പിന്നെ ഇത് 2 മെയിൻ ആർട്ടറീസ് ആയിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അവ ഏതൊക്കെയാണ്? ഒന്ന് ആന്റീരിയർ സൈഡിൽ ഇവിടെ മാർജിനൽ ആർട്ടറി എന്നായി മാറുന്നു. മറ്റൊന്ന് ഇവിടെ നിന്ന് ബാക്ക് സൈഡിലോട്ട് പോകുന്നു. അതിനെ എന്ത് പറയുന്നു? പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറിയായി മാറുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ റൈറ്റ് കൊറോണറി ആർട്ടറി ഹാർട്ടിന്റെ റൈറ്റ് സൈഡിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. അതിൽ നിന്ന് ചെറിയ ചെറിയ ഏട്രിയൽ ആർട്ടറീസ് ഉണ്ടാകുന്നുണ്ട്. അത് കൂടാതെ മെയിൻ ആയിട്ട് ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു ബ്രാഞ്ച് ഫ്രണ്ട് സൈഡിലൂടെ നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പാസ് ചെയ്ത് പോകുന്നു. ഒരു ആർട്ടറി എന്ത് ചെയ്യുന്നു? ബാക്ക് സൈഡ് ഹാർട്ടിന്റെ പോസ്റ്റീരിയർ സൈഡിലോട്ട് പോകുന്നു. റൈറ്റ് സൈഡിൽ ഫ്രണ്ടിലൂടെ വരുന്ന ഈ ഒരു ആർട്ടറിയെ മാർജിനൽ ആർട്ടറി എന്നും ബാക്ക് സൈഡിലോട്ട് പോയ ഈ ആർട്ടറിയെ പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലാർ ആർട്ടറി എന്നുമാണ് പറയുന്നത്. പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലാർ ആർട്ടറി, ഇത് ഹാർട്ടിന്റെ പിൻഭാഗമാണ്. ഇവിടെ പിന്നിലോട്ട് വന്ന ഈ ആർട്ടറിയാണ് ഇവിടെ കാണപ്പെടുന്നത്. പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലാർ ആർട്ടറി എന്ന് പറയുന്നു. അപ്പോൾ റൈറ്റ് കൊറോണറി ആർട്ടറി എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഒന്നുകൂടി ഒന്ന് പറയാം. ഇതിന്റെ ബ്രാഞ്ചസ്, ലാർജ് ബ്രാഞ്ചസ് 2 ഒന്ന് മാർജിനൽ ആർട്ടറി, രണ്ടാമത് പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലാർ ആർട്ടറി. പിന്നെ ഇത് കൂടാതെ ഞാൻ നേരത്തെ കാണിച്ചതിൽ ചെറിയ ചെറിയ ആർട്ടറീസ് ഇവിടെ കാണാൻ പറ്റും. അതിനെ റൈറ്റ് ആർട്ടീരിയൽ ആർട്ടറി അല്ലെങ്കിൽ ഏട്രിയൽ ആർട്ടറി എന്നോ ഇൻഫെൻഡിബുലാർ ആർട്ടറി എന്നോ നോഡൽ ആർട്ടറി എന്നോ ടെർമിനൽ ആർട്ടറീസ് എന്നോ ചെറിയ ചെറിയ ബ്രാഞ്ചസ് അതിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് കൊറോണറി ആർട്ടറി മെയിനായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ് അതിൽ ലാർജ് ബ്രാഞ്ചസ്? മാർജിനലും പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലാർ ആർട്ടറീസും. നെക്സ്റ്റ് ചെറിയ ചെറിയ ബ്രാഞ്ചസ്, സ്മോൾ ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നു. അത് ഏതൊക്കെയാണ്? റൈറ്റ് ഏട്രിയൽ അല്ലെങ്കിൽ ആർട്ടീരിയൽ ആർട്ടറി, നെക്സ്റ്റ് ഇൻഫെൻഡിബുലാർ ആർട്ടറി, നോഡൽ ആർട്ടറി, ടെർമിനൽ ആർട്ടറീസ്. നെക്സ്റ്റ്
ഈ ഒരു റൈറ്റ് കൊറോണറി ആർട്ടറി ഹാർട്ടിൻ്റെ ഏതൊക്കെ ഭാഗത്താണ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്? പ്രധാനമായിട്ട് ഇത് ബ്ലഡ് കൊടുക്കുന്നത് റൈറ്റ് ഏട്രിയത്തിലും വെൻട്രിക്കിളിലുമാണ്. അതായത് റൈറ്റ് വെൻട്രിക്കിളിലും ബ്ലഡ് കൊടുക്കുന്നുണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിളിലും ബ്ലഡ് കൊടുക്കുന്നുണ്ട്. റൈറ്റ് ഏട്രിയത്തിൽ കൊടുക്കുന്നു, പിന്നെ റൈറ്റ് വെൻട്രിക്കിളിൻ്റെ മേജർ പോർഷനും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ സ്മോൾ പോർഷനും ആര് തന്നെയാണ് ബ്ലഡ് കൊടുക്കുന്നത്? റൈറ്റ് കൊറോണറി ആർട്ടറി തന്നെയാണ് ബ്ലഡ് കൊടുക്കുന്നത്. പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റവും പിന്നെ ഹോൾ ഓഫ് ദ കണ്ടക്ടിംഗ് സിസ്റ്റം ഓഫ് ദ ഹാർട്ട് എക്സെപ്റ്റ് എ പാർട്ട് ഓഫ് ദ ലെഫ്റ്റ് ബ്രാഞ്ച് ഓഫ് AV ബണ്ടിൽ. ദ SA node is supplied by left coronary artery in 40% of കേസസ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് റൈറ്റ് കൊറോണറി ആർട്ടറിയാണ്. റൈറ്റ് കൊറോണറി ആർട്ടറി എവിടെയൊക്കെ ബ്ലഡ് കൊടുക്കുന്നു? റൈറ്റ് ഏട്രിയം കൊടുക്കുന്നു, റൈറ്റ് വെൻട്രിക്കിളിൻ്റെ മേജർ പോർഷൻ കൊടുക്കുന്നു, ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ചെറിയൊരു പോർഷന് ബ്ലഡ് കൊടുക്കുന്നു, പിന്നെ പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി പോസ്റ്റീരിയർ സൈഡിൽ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിൽ ബ്ലഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കണ്ടക്ടിങ് സിസ്റ്റം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കണ്ടക്ടിങ് സിസ്റ്റം SA നോഡ്, AV നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ്, പർക്കിൻജെ ഫൈബേഴ്സ്. ഇതിൽ ലെഫ്റ്റ് സൈഡിലുള്ള AV ബണ്ടിൽ, ലെഫ്റ്റ് സൈഡ് ബണ്ടിൽ ഓഫ് ഹിസിന് മാത്രം ആണ് അവിടെ ഇതിൻ്റെ ബ്ലഡ് എത്താത്തത്. ബാക്കി എല്ലാ ഭാഗത്തും എന്ത് ചെയ്യുന്നു? റൈറ്റ് കൊറോണറി ആർട്ടറിയിൽ നിന്നുള്ള ബ്ലഡ് തന്നെ എത്തുന്നു. എന്നാൽ SA നോഡിൽ, നമ്മുടെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള SA നോഡിൽ ചില ആൾക്കാരിൽ, എല്ലാവരുമല്ല, ഒരു 40% ആൾക്കാരിലും എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയിൽ നിന്നാണ് ബ്ലഡ് എത്തുന്നത്. അപ്പോൾ ഇത്രയുമാണ് റൈറ്റ് കൊറോണറി ആർട്ടറിയെ കുറിച്ച് പറയാനുള്ളത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഹാർട്ടിൻ്റെ ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ കൊറോണറി സർക്കുലേഷൻ അല്ലെങ്കിൽ കൊറോണറി ആർട്ടറീസ്, ഇതിലേത് ചോദിച്ചാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഹാർട്ടിൽ ഏത് ബ്ലഡ് വെസൽസ് വഴി ബ്ലഡ് എത്തുന്നു, ഹാർട്ടിൽ നിന്ന് ഏത് ബ്ലഡ് വെസൽസ് വഴി പുറത്തോട്ട് പോകുന്നു, അതിൻ്റെ ലിംഫാറ്റിക് സപ്ലൈ എന്താണ്, ഇത്രയുമാണ് നമ്മളവിടെ എഴുതേണ്ടത്. ആദ്യം നമ്മൾ ഹാർട്ടിലോട്ട് വരുന്ന ആർട്ടീരിയൽ സപ്ലൈയെ കുറിച്ച് പറയുന്നു. അതിൽ 2 മേജർ ആർട്ടറീസ്, റൈറ്റ് കൊറോണറി ആർട്ടറിയും ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയും. അതിൽ റൈറ്റ് കൊറോണറി ആർട്ടറി ഇറ്റ് ഈസ് സ്മോളർ ദാൻ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. ഇറ്റ് എറൈസസ് ഫ്രം ആൻറ്റീരിയർ കൊറോണറി സൈനസ്. ഇത് ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത്. ഇതിൽ എൻഡിലുള്ള ചെറിയ ചെറിയ ആർട്ടറീസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുമായിട്ട് അതിൻ്റെ ചെറിയ ചെറിയ ബ്രാഞ്ചസുമായിട്ട് ലാസ്റ്റ് എൻഡിൽ അവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമ്മളിവിടെ പിക്ചറിൽ പറഞ്ഞു ഈ ഒരു റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ ഡിവിഷൻ. പ്രധാനമായിട്ട് ഇതിൽ 2 വലിയ ബ്രാഞ്ചസ് ഉണ്ട്. ഒന്ന് മാർജിനൽ ആർട്ടറി എന്നും മറ്റൊന്ന് പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി. ഇത് കൂടാതെ ഈ റൈറ്റ് കൊറോണറി ആർട്ടറിയിൽ നിന്ന് ഒറിജിൻ ചെയ്യുന്ന ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഉണ്ട്, സ്മോൾ ബ്രാഞ്ചസ് ഉണ്ട്. അവ ഏതൊക്കെയാണ്? റൈറ്റ് ഏട്രിയൽ ആർട്ടറീസ്, പിന്നെ ഇൻഫെൻറ്റിബുലർ ആർട്ടറീസ്, നോഡൽ ആർട്ടറീസ്, ടെർമിനൽ ആർട്ടറീസ്. ഇനി ഈ ഒരു റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചസ് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ബ്ലഡ് എത്തിക്കുന്നത്? റൈറ്റ് ഏട്രിയം, പിന്നെ റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ, പിന്നെ പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം, കണ്ടക്ടിങ് സിസ്റ്റത്തിൻ്റെ മേജർ പാർട്ട്, ഇതിലെല്ലാം എന്ത് ചെയ്യുന്നു? ബ്ലഡ് എത്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഇറ്റ് ഈസ് ലാർജർ ദാൻ റൈറ്റ് കൊറോണറി ആർട്ടറി. റൈറ്റ് കൊറോണറി ആർട്ടറിയെക്കാളും വലുതാണ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. ഇത് എവിടെ നിന്നാണ് എറൈസ് ചെയ്യുന്നത്? എറൈസ് ഫ്രം ലെഫ്റ്റ് പോസ്റ്റീരിയർ അയോട്ടിക് സൈനസ്. അയോട്ടിക് സൈനസിൽ നിന്ന്, ലെഫ്റ്റ് പോസ്റ്റീരിയർ അയോട്ടിക് സൈനസിൽ നിന്നാണ് ഇത് ഒറിജിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത് ഇവിടെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി നോക്കാം. ഈ ഒരു പിക്ചറിൽ ഇവിടെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഇവിടെ ഒറിജിൻ ചെയ്യുന്നു. ഇവിടെ നിന്ന് അത് വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് പിൻഭാഗത്ത് പോകുന്നു, ഹാർട്ടിന്റെ പിൻഭാഗത്തോട്ട് പോകുന്നു. അതിനെന്ത് പറയുന്നു? സർക്കംഫ്ലെക്സ് ആർട്ടറി എന്നാണ് പറയുന്നത്. സർക്കംഫ്ലെക്സ് ആർട്ടറി. ഒന്ന് ഇവിടെ ഫ്രണ്ട് സൈഡിൽ തന്നെ, ലെഫ്റ്റ് സൈഡിൽ തന്നെ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനെ എന്ത് പറയുന്നു? ആന്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി. ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് വന്നത് ഒരു ബ്രാഞ്ച് ബാക്ക് സൈഡിലോട്ട് പോയി, അതിനെ പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി എന്ന് പറഞ്ഞു. എന്നാൽ ലെഫ്റ്റ് സൈഡിന്റെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയിൽ നിന്ന് വരുന്ന ഈ ഒരു ബ്രാഞ്ചിനെ ആന്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി എന്നാണ് പറയുന്നത്. കാരണം ആന്റീരിയർ സൈഡ്, ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിന്റെ ആന്റീരിയർ സൈഡിലോട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ആർട്ടറിയാണ്. ബാക്ക് സൈഡിലോട്ട് പോകുന്നത് സർക്കംഫ്ലെക്സ് ആർട്ടറി. ഇതാണ് മെയിൻ ഡിവിഷൻസ്. ഇത് കൂടാതെ ചെറിയ ചെറിയ ആർട്ടറീസ് ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലെഫ്റ്റ് കൊറോണറി ആർട്ടറി റൺസ് ഫോർവേഡ് ആൻഡ് ടു ദ ലെഫ്റ്റ് ആൻഡ് എമർജസ് ബിറ്റ്വീൻ ദ പൾമണറി ട്രങ്ക് ആൻഡ് ലെഫ്റ്റ് ഓറിക്കിൾ. പൾമണറി ട്രങ്ക്, പൾമണറി ആർട്ടറിക്കും ലെഫ്റ്റ് ഏട്രിയത്തിനും ഇടയിലായിട്ടാണ് ഈ ഒരു ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഒറിജിൻ ചെയ്യുന്നത്.
ഹിയർ ദ ആൻറ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ബ്രാഞ്ച് ഈസ് ഗിവൺ. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ആൻറ്റീരിയർ സൈഡ് ഇന്റർവെൻട്രിക്കുലർ ബ്രാഞ്ച് അവിടെ ഫോം ചെയ്യുന്നു. അത് നമ്മുടെ ഹാർട്ടിന്റെ ഫ്രണ്ട് സൈഡ് ആൻറ്റീരിയർ സൈഡ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നു. ദ ഫർദർ കണ്ടിന്യൂഷൻ ഓഫ് ദ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി സംടൈംസ് കോൾഡ് സർക്കംഫ്ലെക്സ് ആർട്ടറി. അത് പിന്നീട് എന്ത് അറിയപ്പെടുന്ന, ബാക്കി അത് പിന്നോട്ട് പോകുന്ന ആ ഒരു ബ്രാഞ്ചിനെ സർക്കംഫ്ലെക്സ് ആർട്ടറി എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ഗിവിംഗ് ഓഫ് ദ ആൻറ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ബ്രാഞ്ച് ഇറ്റ് റൺസ് ഇൻ ടു ദ ലെഫ്റ്റ് ആൻറ്റീരിയർ കൊറോണറി സൾക്കസ്. കൊറോണറി സൾക്കസ് അറിയാം, കൊറോണറി സൈനസ് ഒക്കെ കാണപ്പെടുന്ന ഒരു കുഴിവ് പോലുള്ള ഒരു വിടവ് പോലത്തെ ഭാഗമുണ്ട്, അതിനാണ് കൊറോണറി സൾക്കസ് എന്ന് പറയുന്നത്. അതിലൂടെ തന്നെയാണ് ഈ സർക്കംഫ്ലെക്സ് ആർട്ടറിയും റൊട്ടേറ്റ് ചെയ്ത് ബാക്ക് സൈഡിലോട്ട് പോകുന്നത്. അതിനുശേഷം ബാക്ക് സൈഡ് ബ്ലഡ് സപ്ലൈ ചെയ്ത് അവിടെ ചെന്ന് ഈ തിരികെ റൈറ്റ് സൈഡിലൂടെ വന്ന റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചസിന്റെ ടെർമിനൽ എൻഡ്സുമായിട്ട് ഇത് എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. നെക്സ്റ്റ്, ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ പ്രധാനപ്പെട്ട ബ്രാഞ്ചസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആൻറ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി, രണ്ടാമതുള്ളത് സർക്കംഫ്ലെക്സ് ആർട്ടറി എന്നാണ്, അല്ലെങ്കിൽ ബ്രാഞ്ചസ് ടു ദ ഡയഫ്രമാറ്റിക് സർഫസ് ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയാം. പിന്നെ ഇത് കൂടാതെ ചെറിയ ബ്രാഞ്ചസ് ലെഫ്റ്റ് ഏട്രിയൽ ബ്രാഞ്ചസ്, പൾമണറി ബ്രാഞ്ചസ്, ടെർമിനൽ ബ്രാഞ്ചസ്, അങ്ങനെ കുറേ ചെറിയ ചെറിയ ബ്രാഞ്ചസ് കാണപ്പെടുന്നു. അപ്പൊ ഇതാണ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. ലെഫ്റ്റ് കൊറോണറി ആർട്ടറി എവിടെ നിന്ന് ഒറിജിൻ ചെയ്തു? അയോട്ടിക് സൈനസ്, ലെഫ്റ്റ് പോസ്റ്റീരിയർ അയോട്ടിക് സൈനസിൽ നിന്നും ഒറിജിൻ ചെയ്തു. റൈറ്റ് കൊറോണറി ആർട്ടറിയേക്കാൾ വലുതാണ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. മെയിൻ ആയിട്ട് ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് സർക്കംഫ്ലെക്സ് ആർട്ടറിയും മറ്റൊന്ന് ആൻറ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറിയും. ഇവിടെ നിങ്ങൾ കാണാം റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചസ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചസ് ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. ഇതുപോലെ ഇതിന്റെ ബാക്ക് സൈഡിൽ പോകുന്ന ബ്രാഞ്ചസും ജോയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇതിന്റെ പ്രധാനപ്പെട്ട ബ്രാഞ്ചസ് ആൻറ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറിയും സർക്കംഫ്ലെക്സ് ആർട്ടറി. സ്മോൾ ബ്രാഞ്ചസ് ലെഫ്റ്റ് ഏട്രിയൽ ആർട്ടറീസ്, പൾമണറി ആർട്ടറീസ്, ടെർമിനൽ ആർട്ടറീസ്. ഇനി ലെഫ്റ്റ് കൊറോണറി ആർട്ടറി നമ്മുടെ ഹാർട്ടിന്റെ ഏതൊക്കെ ഭാഗത്താണ് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത്? പ്രധാനമായിട്ട് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ലെഫ്റ്റ് ഏട്രിയത്തിൽ കൊടുക്കും, രണ്ട് വെൻട്രിക്കിളിലും കൊടുക്കും. അതിൽ തന്നെ ഗ്രേറ്റർ പാർട്ട് ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലെ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ കൂടുതൽ ഭാഗത്തും കൊടുക്കുന്നത് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ആണ്. എന്നാൽ പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ഗ്രൂവ് ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം അത് കൊടുക്കുന്നുണ്ട്. അത് പോയിട്ട് റൈറ്റ് വെൻട്രിക്കിളിന്റെ കുറച്ച് ഭാഗത്ത് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം, പാർട്ട് ഓഫ് ലെഫ്റ്റ് ബ്രാഞ്ച് ഓഫ് എ വി ബണ്ടിൽ, കാരണം ലെഫ്റ്റ് ബ്രാഞ്ച് എ വി ബണ്ടിൽ റൈറ്റ് കൊറോണറി ആർട്ടറി ബ്ലഡ് കൊടുത്തിരുന്നില്ല, അത് കൊടുക്കുന്നത് ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയാണ്. ഇത്രയും ഭാഗങ്ങളിലാണ് ഈ ഒരു ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത്. നെക്സ്റ്റ്, എന്താണ് കൊലാട്രൽ സർക്കുലേഷൻ? കാർഡിയാക് അനസ്തമോസിസ്. എന്താണ് കാർഡിയാക് അനസ്തമോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, രണ്ട് കൊറോണറി ആർട്ടറിയുടെ റൈറ്റും ലെഫ്റ്റും കൊറോണറി ആർട്ടറീസിന്റെ ഡിവൈഡ് ചെയ്ത് ചെറിയ ബ്രാഞ്ചുകൾ ആയി കഴിയുമ്പോൾ ഈ രണ്ട് ബ്രാഞ്ചസ് തമ്മിൽ എന്ത് ചെയ്യുന്നു, കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് തമ്മിൽ ഒത്തുചേരുന്നു, ജോയിൻ ചെയ്യുന്നു. അതിനെയാണ് അനസ്റ്റമോസിസ് എന്ന് പറയുന്നത്. എക്സ്ട്രാ കാർഡിയാക് അനസ്റ്റമോസിസ്, അതായത് കാർഡിയാക് ആർട്ടറീസുമായിട്ട് മറ്റ് ഓർഗൻസിലുള്ള ആർട്ടറീസ് അനസ്റ്റമോസിസ് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. പിന്നെ വാസ വസോരം ഓഫ് അയോട്ട, വാസ വസോരം ഓഫ് പൾമണറി ആർട്ടറീസ്, അതായത് അയോട്ടയിൽ നിന്നുള്ള ചെറിയ ആർട്ടറീസ്, പിന്നെ പൾമണറിയിൽ നിന്നുള്ള ചെറിയ ആർട്ടറീസ്, ഇന്റേണൽ തൊറാസിക് ആർട്ടറീസ്, ബ്രോങ്കിയൽ ആർട്ടറീസ്, ഫ്രീനിക് ആർട്ടറീസ്, ഇവയെല്ലാം ഇതിൽ നിന്നെല്ലാമുള്ള ചെറിയ ചെറിയ ആർട്ടറീസ് നമ്മുടെ ഹാർട്ടിലോട്ട് ബ്ലഡ് കൊടുക്കുന്നുണ്ട്. അതിലൂടെ എല്ലാം എന്ത് ചെയ്യുന്നു, നമുക്ക് ഹാർട്ടിന് ബ്ലഡ് കിട്ടുന്നു. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഹാർട്ടിൽ ബ്ലഡ് വെസൽസ് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഹാർട്ടിന് ആവശ്യമായ അത്യാവശ്യം വേണ്ട ബ്ലഡ് ഈ ആർട്ടറീസിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. തൽക്കാലം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് അതിലൂടെയാണ്. ഇതിനെയാണ് കൊലാട്രൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. കാർഡിയാക് അനസ്തമോസിസ്, അതായത് കൊറോണറി ആർട്ടറീസ് തന്നെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. പിന്നെ എക്സ്ട്രാ അനസ്തമോസിസ്, അതായത് ഹാർട്ടിന് പുറമെയുള്ള ആർട്ടറീസ് ഹാർട്ടിലുള്ള ആർട്ടറീസുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഫ്രീനിക് ആർട്ടറീസ്, ബ്രോങ്കിയൽ ആർട്ടറീസ്, ഇന്റേണൽ തൊറാസിക് ആർട്ടറീസ്, വാസാവെസോരം പൾമണറി ആർട്ടറീസ്, വാസാവെസോരം ഓഫ് അയോട്ട, എക്സ്റ്റേണൽ ഓർഗൻസിന്റെ മറ്റു ഓർഗൻസിന്റെ ആർട്ടറീസ്, ഇതെല്ലാം നമ്മുടെ ഹാർട്ടിലോട്ട് ചെറിയ ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഇനി എന്താണ് കൊറോണറി ആർട്ടറി ഡോമിനൻസ് എന്ന് പറയുന്നത്? ദ ആർട്ടറി ദാറ്റ് ഗീവ്സ് ദ പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി ഡിറ്റർമിൻസ് ദ കൊറോണറി ഡോമിനൻസ്. അതായത് പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി നൽകുന്ന ആർട്ടറി ഏതാണ്? ദാറ്റ് ഈസ് റൈറ്റ് കൊറോണറി ആർട്ടറി. പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ
സെപ്റ്റത്തിലോട്ട് ആർട്ടറി എത്തിക്കുന്നത്. റൈറ്റ് കൊറോണറി ആർട്ടറിയും പിന്നെ സർക്കംഫ്ലെക്സ് ആർട്ടറിയും അവിടെ കൂടുതൽ ബ്ലഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് ഡോമിനൻസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. കൊറോണറി ആർട്ടറി ഡോമിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കൊറോണറി ആർട്ടറീസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്, റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് സിലബസ് ക്ലാസ് ഫസ്റ്റ് സെം, സെക്കൻഡ് സെം, തേർഡ് സെം, ഫോർത്ത് സെം, ഫിഫ്ത്ത് സെം, സിക്സ്ത് സെം, സെവൻത്ത് സെം എല്ലാ സെമ്മിനും ക്ലാസ്സുകൾ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെം ആണെങ്കിൽ ഫസ്റ്റ് സെം, അല്ലെങ്കിൽ അടുത്ത സെം, ഏത് സെമ്മിനാണെങ്കിലും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും നോട്ട്സും ഓരോ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കാനുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്ത് കിട്ടും. അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ക്ലാസ്സിന് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് വീനസ് ഡ്രെയിനേജ്. അപ്പോൾ നമ്മൾ ആർട്ടറി മാത്രം, ഹാർട്ടിലോട്ട് ബ്ലഡ് എത്തിക്കുന്ന ആർട്ടറീസിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ വന്നെത്തുന്ന ബ്ലഡിന് അവിടെ തങ്ങി നിൽക്കാൻ പറ്റത്തില്ലല്ലോ, അത് തിരിച്ചു പോകണം. അപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ബ്ലഡ് വെസൽസിനെ എന്ത് പറയും? വെയിൻസ് എന്ന് പറയും, അല്ലെങ്കിൽ വീനസ് ഡ്രെയിനേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഈ ഒരു വീനസ് ഡ്രെയിനേജ് ഹാർട്ടിൽ നടക്കുന്ന 3 വഴികളിലൂടെയാണ്. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ കൊറോണറി സൈനസ്, സെക്കൻഡ് വൺ ആൻറ്റീരിയർ കാർഡിയാക് വെയിൻസ്, തേർഡ് വൺ വീനെ കോഡിസ് മിനിമേ. അപ്പോൾ ഈ 3 സ്ട്രക്ചറുകളിലൂടെയാണ് വെയിൻ പ്രധാനമായിട്ട് വെയിനസ് സപ്ലൈ കാണപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത് നമ്മൾ? കൊറോണറി സൈനസ്. എന്താണ് കൊറോണറി സൈനസ്? ദിസ് ഈസ് ദ ലാർജസ്റ്റ് വെയിൻ, വൺ വേർഡ് ക്വസ്റ്റ്യൻ, ലാർജസ്റ്റ് വെയിൻ ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിലുള്ള ഏറ്റവും ലാർജസ്റ്റ് വെയിൻ ആണ് കൊറോണറി സൈനസ് എന്ന് പറയുന്നത്. സിറ്റുവേറ്റ്സ് ഇൻ ദ ലെഫ്റ്റ് പോസ്റ്റീരിയർ കൊറോണറി സൾക്കസ്. ലെഫ്റ്റ് സൈഡ്, ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് പോസ്റ്റീരിയർ പിൻഭാഗത്തായിട്ട് ഒരു മടക്ക്, ഒരു സൾക്കസ് കാണപ്പെടുന്നു. അവിടെയാണ് ഈ കൊറോണറി സൈനസ് കാണപ്പെടുന്നത്. ഏകദേശം ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ ആണ്. ഇതെവിടെ ഓപ്പൺ ചെയ്യുന്നു? കൊറോണറി സൈനസ് ഓപ്പൺ ഇൻ ടു റൈറ്റ് ഏട്രിയം. രണ്ടാമത്തെ ഒൺവേർഡ് ക്വസ്റ്റ്യൻ, ലാർജസ്റ്റ് വെയിൻ ഹാർട്ടിൽ ഏതാണ്? കൊറോണറി സൈനസ് ആണ്. കൊറോണറി സൈനസ് എവിടെയാണ് ഓപ്പൺ ആകുന്നത്? റൈറ്റ് ഏട്രിയത്തിലാണ്. റൈറ്റ് ഏട്രിയത്തിൽ സുപ്പീരിയർ വീനക്കാവെ, ഇൻഫീരിയർ വീനക്കാവെ ഓപ്പൺ ആകുമ്പോൾ ഒപ്പം കൊറോണറി സൈനസും അവിടെ ഓപ്പൺ ആകുന്നുണ്ട്. ഇനി ഇതിന്റെ ഭാഗമായിട്ട് കൊറോണറി സൈനസിന് മുന്നേ ഉള്ള ചെറിയ ചെറിയ വെയിൻ ബ്രാഞ്ചസ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് ഗ്രേറ്റ് കാർഡിയാക് വെയിൻ, മിഡിൽ കാർഡിയാക് വെയിൻ, പോസ്റ്റീരിയർ വെയിൻ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഒബ്ലിക് വെയിൻ ഓഫ് ദ ലെഫ്റ്റ് ഏട്രിയം, ദ റൈറ്റ് മാർജിനൽ വെയിൻസ്. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ. നമുക്ക് ഇവിടെ ഈ പിക്ചറിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇതാണ് കൊറോണറി സൈനസ്. നമ്മുടെ ഹാർട്ടിൻ്റെ പിൻഭാഗത്ത് പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി, ഇതാ ഇവിടെ വരുന്ന പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി ഇങ്ങനെ വരുന്ന ഇതേ സൾക്കസ്, ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കൊറോണറി സൈനസ് കാണപ്പെടുന്നത്. ഇതിൻ്റെ നീളം 3 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ബ്രാഞ്ചസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഗ്രേറ്റ് കാർഡിയാക് വെയിൻ ഉണ്ട്, മിഡിൽ കാർഡിയാക് വെയിൻ ഉണ്ട്, സ്മോൾ കാർഡിയാക് വെയിൻ ഉണ്ട്. എന്താണ് ഗ്രേറ്റ് കാർഡിയാക് വെയിൻ? ഇറ്റ് എൻ്റർ ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ കൊറോണറി സൈനസ്. കൊറോണറി സൈനസിൻ്റെ ലെഫ്റ്റ് എൻഡിൽ ഇവിടെ വന്നെത്തുന്ന ഈ വെയിനെയാണ് എന്ത് പറയുന്നത്? ഗ്രേറ്റ് കാർഡിയാക് വെയിൻ എന്ന് പറയുന്നത്. ഗ്രേറ്റ് കാർഡിയാക് വെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തത് മിഡിൽ കാർഡിയാക് വെയിൻ. ഇറ്റ് അക്കമ്പനീസ് ദ പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി, ജോയിൻസ് ദ റൈറ്റ് എൻഡ് ഓഫ് ദ കൊറോണറി ആർട്ടറീസ്. അതായത് മിഡിൽ കാർഡിയാക് വെയിൻ, ഇവിടെ മിഡിൽ കാർഡിയാക് വെയിൻ, പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറിക്ക് ഒപ്പം വരുന്ന ഈ വെയിൻ ഇത് കൊറോണറി സൈനസിന്റെ റൈറ്റ് സൈഡിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് മൂന്നാമത്തത് സ്മോൾ കാർഡിയാക് വെയിൻസ്. ഇറ്റ് അക്കമ്പനീസ് ദ റൈറ്റ് കൊറോണറി ആർട്ടറി ആൻഡ് ജോയിൻസ് ദ റൈറ്റ് എൻഡ് ഓഫ് ദ കൊറോണറി സൈനസ്. റൈറ്റ് കൊറോണറി ആർട്ടറി ഇവിടെ വരുന്ന ഈ ഒരു ഭാഗത്തൂടെ സ്മോൾ കാർഡിയാക് വെയിൻ ഇവിടെ വരുന്നു. ഇതും കൊറോണറി സൈനസിന്റെ റൈറ്റ് സൈഡിൽ ഇവിടെ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ 3 ബ്രാഞ്ചസ് ആദ്യം പറഞ്ഞു. ഫസ്റ്റ് വൺ കൊറോണറി സൈനസ് പറഞ്ഞു, ഏറ്റവും വലിയ വെയിനാണ്, റൈറ്റ് ഏട്രിയത്തിൽ ഓപ്പൺ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇതിന്റെ ബ്രാഞ്ചസ് ആണ്, ഇതിലോട്ട് ബ്ലഡ് കൊണ്ടെത്തിക്കുന്ന വെയിനുകൾ. ഗ്രേറ്റ് കാർഡിയാക് വെയിൻ, മിഡിൽ കാർഡിയാക് വെയിൻ, സ്മോൾ കാർഡിയാക് വെയിൻ. അതിൽ പ്രധാനപ്പെട്ട 3 പറഞ്ഞത്. ഇനിയും ഉണ്ട്. ഗ്രേറ്റ് കാർഡിയാക് വെയിൻ ഇതിന്റെ കൊറോണറി സൈനസിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ജോയിൻ ചെയ്യുന്നു. മിഡിൽ കാർഡിയാക് വെയിൻ ഇവിടെ പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറിക്കൊപ്പം ഈ ഒരു മിഡിൽ കാർഡിയാക് വെയിനും കാണപ്പെടുന്നു. ഇതിവിടെ റൈറ്റ് സൈഡിൽ കൊറോണറി സൈനസിന്റെ റൈറ്റ് സൈഡിൽ ജോയിൻ ചെയ്യുന്നു. സ്മോൾ കാർഡിയാക് വെയിനും റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ ഒപ്പം ഇവിടെ കാണപ്പെടുന്നു. അതും ഇവിടെ കൊറോണറി സൈനസിന്റെ റൈറ്റ് സൈഡിൽ ജോയിൻ ചെയ്യുന്നു. ഇനി പോസ്റ്റീരിയർ വെയിൻ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിളും ഒബ്ലിക് വെയിൻ ഓഫ് ദ ലെഫ്റ്റ് ഏട്രിയം. ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ പോസ്റ്റീരിയർ വെയിൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിന്റെ, ഇത് റൈറ്റ് സൈഡാണ്, ഇത് ലെഫ്റ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡിന്റെ ബാക്ക് സൈഡിലും പോസ്റ്റീരിയർ കാർഡിയാക് വെയിൻ ഇവിടെ കാണുന്നുണ്ട്. ഇതും എന്ത് ചെയ്യുന്നുണ്ട്? കൊറോണറി സൈനസിലോട്ട്
വരുന്നുണ്ട്. ഇത് കൂടാതെ ഒബ്ലിക് വെയിൻ ഓഫ് ദ ലെഫ്റ്റ് ഏട്രിയത്തിൽ ഒബ്ലിക് വെയിൻ, അവിടെയും എന്താ പറയുന്നത്, ചെറിയ വെയിൻ എന്നുള്ളത് മാത്രമേ പറയത്തുള്ളൂ. ഒബ്ലിക് വെയിൻ എന്ന് വേണമെങ്കിലും ചിലപ്പോൾ പറയാം അവിടെ, അല്ലെങ്കിൽ സ്മോൾ ആർട്ടറീസ് എന്ന് മാത്രം, അല്ലെങ്കിൽ സ്മോൾ വെയിൻസ് എന്ന് മാത്രം പറഞ്ഞാലും മതിയാകും. ഒബ്ലിക് വെയിൻ ഓഫ് ദ ലെഫ്റ്റ് ഏട്രിയം. പിന്നെ മാർജിനൽ വെയിൻസ്, റൈറ്റ് സൈഡിൽ മാർജിനൽ വെയിൻസും കാണപ്പെടും. മാർജിനൽ ആർട്ടറി പറഞ്ഞതുപോലെ റൈറ്റ് സൈഡിൽ മാർജിനൽ വെയിൻസും കാണപ്പെടുന്നു. അപ്പൊ ഇതെല്ലാം വന്ന് അവസാനം ജോയിൻ ചെയ്യുന്നത് കൊറോണറി സൈനസിലാണ്. ഇത് കൂടാതെ ആൻറ്റീരിയർ കാർഡിയാക് വെയിൻസ് 3 to 4 സ്മോൾ വെയിൻസ് ആൻറ്റീരിയർ വാൾ ഓഫ് ദ റൈറ്റ് വെൻട്രിക്കിൾ കാണപ്പെടുന്നുണ്ട്. അതും ഡയറക്ട്ലി അത് നമ്മുടെ കൊറോണറി സൈനസിലോട്ട് വരുന്നില്ല, അത് ഡയറക്ട്ലി റൈറ്റ് ഏട്രിയത്തിൽ ഓപ്പൺ ആകുന്നുണ്ട്. ഇത് കൂടാതെ വളരെ ന്യൂമറസ് ആയിട്ടുള്ള വീനെ കോഡിസ് മിനിമ എന്ന് പറഞ്ഞാൽ ഒരു 4 ചാമ്പറിനും ചുറ്റിപ്പറ്റി എന്നിരുന്നു വളരെ ന്യൂമറസ് ആയിട്ടുള്ള സ്മോൾ വെയിനുകൾ കാണപ്പെടുന്നുണ്ട്. ഇവ തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്യുന്ന ടെബേഷ്യൻ വീനസ് നെറ്റ്വർക്ക് നമ്മൾ പറയുന്നുണ്ട്. ഇവയും എന്താണ്, ഒരു വീനസ് ഡ്രെയിനേജിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് പാത്ത് വേ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം ഹാർട്ടിൽ വന്ന ബ്ലഡിനെ തിരിച്ച് വെയിൻ വഴി നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലോട്ട് എംറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വീനസ് സപ്ലൈ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, കൊറോണറി സൈനസ് പറഞ്ഞു, അതിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്ന ഗ്രേറ്റ് കാർഡിയാക് വെയിൻ, middle cardiac vein, small cardiac vein, posterior vein of left ventricle, oblique vein of the left ventricle, the right marginal veins. ഇത് കൂടാതെ anterior cardiac veins, venae codis minime, ടെബേഷ്യൻ വീനസ് നെറ്റ്വർക്ക്. അപ്പോൾ ആർട്ടറിയും വെയിനും കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഹാർട്ടിൽ എന്താ അറിയേണ്ടത്, ലിംഫാറ്റിക് നെറ്റ്വർക്ക്. ലിംഫാറ്റിക് സപ്ലൈയും വേണം. എല്ലാ പാർട്ടിനും ലിംഫാറ്റിക് സപ്ലൈ ഉണ്ടല്ലേ. ഇറ്റ് അക്കമ്പനീസ് കൊറോണറി ആർട്ടറി ആൻഡ് form 2 trunks. Right trunk ends in brachiocephalic node. ഹാർട്ടിൽ നിന്നുള്ള ലിംഫാറ്റിക് സപ്ലൈ ഒന്ന് റൈറ്റ് എൻഡ് ഫോളോ ചെയ്ത് എവിടെയാണ് എത്തുന്നത്, ബ്രേക്യോസെഫാലിക് ലിംഫ് നോഡുകളിലും. ലെഫ്റ്റ് ട്രങ്ക് എങ്ങോട്ട് എത്തിച്ചേരുന്നു, ട്രക്യോബ്രോങ്കിയൽ ലിംഫ് നോഡുകളിലും എത്തിച്ചേരുന്നു. ഫസ്റ്റ് ലിംഫാറ്റിക് നോഡ് എവിടെയാണ് വരുന്നത്, ബ്രേക്യോസെഫാലിക് നോഡ്. ലെഫ്റ്റ് വൺ ട്രക്യോബ്രോങ്കിയൽ ലിംഫ് നോഡ്. ഇത്രയുമാണ് ലിംഫാറ്റിക് നെറ്റ്വർക്ക്. ഇനി നമ്മൾ ഈ പറഞ്ഞ ഹാർട്ടിൻ്റെ ഈ ഒരു ബ്ലഡ് സപ്ലൈക്ക് ആർട്ടറി വഴി നോർമലി ബ്ലഡ് വരുന്നു, റൈറ്റ് കൊറോണറി ആർട്ടറി ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയിലൂടെ ബ്ലഡ് കിട്ടുന്ന ബ്ലഡ് എല്ലാം നോർമലി ഈ വെയിൻ വഴി തിരിച്ചു പോകുന്നു. അതിനുള്ള ലിംഫാറ്റിക് സപ്ലൈയും ഈ നോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് പ്രോപ്പറായിട്ട് നടക്കാതെ വരുമ്പോൾ ഹാർട്ടിൻ്റെ ബ്ലഡ് സപ്ലൈക്ക് ഉണ്ടാകുന്ന അപ്ലൈഡ് അനാട്ടമി, അതായത് എന്തൊക്കെ ഡിസീസസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. കൊറോണറി സർക്കുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ ഓഫ് ദ ഹാർട്ടിൽ ഉണ്ടാകുന്ന അപ്ലൈഡ് അനാട്ടമി അല്ലെങ്കിൽ ഡിസീസസിനാണ് എക്സാമ്പിളാണ് എൻജൈന പെക്ടോറിസ്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ആൻജൈന പെക്ടോറിസ് സിവിയർ ചെസ്റ്റ് പെയിൻ ഡ്യൂ ടു ഇസ്കീമിയ ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിൽ ആവശ്യത്തിനുള്ള ബ്ലഡ് കിട്ടാതെ സിവിയർ ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ ഇസ്കീമിയ അവിടെ ഉണ്ടാകുന്നു. അതുപോലെ ഹാർട്ടിലെ ആർട്ടറീസ് നാരോഡ് ആകുന്നു. അങ്ങനെ ഇസ്കീമിയ ഉണ്ടായി അവിടെ കംപ്ലീറ്റ്ലി ആ സെല്ലുകൾ നെക്രോസിസ് സംഭവിച്ചാൽ അതിനെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കൊറോണറി സർക്കുലേഷനകത്ത് പഠിക്കാറുള്ളത്. 5 മാർക്കിന് മോർ ദാൻ എനഫ്. ഹാർട്ടിൻ്റെ പിക്ചർ വരയ്ക്കണം, അതിൻ്റെ പുറത്ത് പിക്ചറിൻ്റെ അവിടെ നിങ്ങൾ റൈറ്റ് കൊറോണറി ആർട്ടറിയും ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയും ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റിയാലും അത്രയും മതിയാവും. അറ്റ്ലീസ്റ്റ് ഒരു പിക്ചർ അവിടെ വരയ്ക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. എക്സ്പെഷ്യലി അനാട്ടമിയിൽ ചോദിക്കുകയാണെങ്കിൽ പിക്ചർ കൃത്യമായിട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു കണ്ടന്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, അതിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഫ്യൂച്ചർ വീഡിയോസ് കിട്ടാൻ വേണ്ടി ആ ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ട്യൂഷൻ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ സെമ്മിലും ആദ്യമേ തന്നെ ജോയിൻ ചെയ്യുക. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. 100% ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്നും എത്ര തവണ വേണമെങ്കിലും ഈ ക്ലാസ്സുകൾ കണ്ട് പഠിക്കാൻ പറ്റും. 6 month ഡ്യൂറേഷനാണ് കോഴ്സിനുള്ളത്. സിലബസ് ബേസ്ഡ് ക്ലാസ്സസ്, ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ്സുകളും നോട്ട്സും, പിന്നെ അതിൻ്റെ ഓരോ ചാപ്റ്ററിലും പ്രധാനമായിട്ട് നിങ്ങൾ എക്സാമിന് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസിൻ്റെ ലിസ്റ്റും, ഒപ്പം തന്നെ നിങ്ങളുടെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരികയും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സസും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ, ക്ലാസ്സസിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8891127927 അല്ലെങ്കിൽ 9900092177 ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം എന്തായാലും നന്നായിട്ട് എഴുതുക. അതിനുശേഷം എല്ലാവരും കോഴ്സിന് ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.